ചക്ക ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? ചക്ക എന്നും മലയാളികളുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇന്ന് പറമ്പിൽ നിന്ന് ഒരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരിക്കച്ചക്ക പുഴുങ്ങിയതും നാടൻ കാരി വറുത്തരച്ചതുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ചക്കയും മീൻകറി എന്നും മലയാളികളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മീൻകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കാരിമീനാണ്. അപ്പോൾ കാരിയൊക്കെ നമുക്ക് വറുത്തരയ്ക്കാം, മുളക് വെക്കാം, തേങ്ങ അരച്ച് വെക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെക്കുന്നത് തേങ്ങ വറുത്ത് അരച്ചാണ് കാരിക്കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുഴുവൻ മല്ലി, പെരിഞ്ചീരകം, കുരുമുളക്, ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും സാധനം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ, മല്ലി, കുരുമുളക്, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, ഉണക്കമുളക്, കരിവേപ്പില. ഉണക്കമുളകിൻ്റെ തണ്ട് കളയേണ്ടതില്ല. തണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അരി ഈ ചട്ടിക്കകത്തേക്ക് വീണ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തണ്ട് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം മാത്രം തണ്ട് കളയുക. തണ്ട് കളഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആദ്യമേ നമ്മൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യുക. അതിന് ശേഷം സിമ്മിലിട്ട് മാത്രം ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും ഒരു 2-3 മിനിറ്റ് ഇതേ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ സംടൈംസ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം കല്ലേലോ മിക്സിയിലോ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല എണ്ണ പരുവത്തിന് നമുക്ക് കിട്ടും. നല്ല കുഴമ്പ് രൂപത്തിൽ എണ്ണയൊക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഉണക്ക തേങ്ങ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ എണ്ണയുടെ ഒരു കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടും. തേങ്ങയൊക്കെ വറുത്തരച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പും മീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓണാക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ആ മിക്സി കഴുകിയ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക്, കറിവേപ്പില, കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി എന്നിവ ഇട്ട് കൊടുക്കാം. കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന കാരിമീൻ കഷ്ണിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാരി നമ്മൾ തൊലി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് കല്ലിൽ ഉരച്ചും അതിൻ്റെ മാംസം വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മീനെല്ലാം അരപ്പിലിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ച് മൂടിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് വെച്ച് ഇതിൻ്റെ ചാറ് പറ്റിച്ചെടുത്താൽ മതി. മീൻകറി ഇപ്പോൾ ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പോ പുളിയോ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേകൂട്ട് തന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ എല്ലാ മീൻകറി വെക്കുന്ന വീഡിയോയിലും പറയാറുള്ളതാണ്. നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞ് അതിനകത്തേക്ക് തവിയോ കയ്യിലോ ഒന്നും ഇടരുത്. പകരം നമ്മൾ ചട്ടി ഇതേ കൂട്ടൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറെല്ലാം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇതേ കൂട്ടൊന്ന് കറക്കി കൊടുക്കാം. നല്ല സൂപ്പർ മണമാണ്.
ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇനിയും ഇതിൻ്റെ ചാറ് വറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നായിട്ട് മേളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറുണ്ട്. ഇനിയും ചാറ് ഇരുന്ന് കുറുകും. അപ്പോൾ നമ്മുടെ കാരി വറുത്തരച്ചതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് കാരിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് ചക്കയാണ്. നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. അപ്പോൾ ചക്ക വെട്ടിപ്പൊളത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മാമൻ എണ്ണയൊക്കെ കയ്യിൽ തേച്ച് ഒരു യോദ്ധാവിനെ കൂട്ട് ചക്ക വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചകിരി ഉപയോഗിച്ച് ചക്കയുടെ കറയെല്ലാം മാറ്റാം. ചക്കയുടെ കറയെല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം, അതായത് അതിന് ചക്കക്കൂഞ്ച് എന്ന് പറയും. അപ്പോൾ ആ ചക്കക്കൂഞ്ച് നമുക്ക് വെട്ടി സെപ്പറേറ്റ് മാറ്റി വെക്കാം. ആ ചക്കക്കൂഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്ക പുഴുങ്ങുന്നതിൻ്റെ കൂടെ ഇടാം. ഞങ്ങൾ അതിൻ്റെ കൂടെ ഇടാണ്ട് നമ്മൾ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് മാറ്റി സൂക്ഷിക്കുകയാണ്. ആ ചക്കക്കൂഞ്ച് കൊണ്ട് നമുക്ക് നല്ല സ്വയംഭൻ തോരൻ മാത്രമല്ല നല്ല അടിപൊളി തീയലും വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കയുടെ കൂഞ്ച് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതാണ് ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ചക്കയുടെ കൂഞ്ച് ഉപയോഗിച്ച് എങ്ങനെ തോരൻ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്. സംശയമുള്ളവർ അത് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സ്വയംഭൻ തോരൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സാധാരണ ആൾക്കാരൊക്കെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്കയുടെ ചുളയും ചക്കയുടെ കുരുവും മാത്രമേ നമുക്ക് കറി വെക്കാനോ തോരൻ വെക്കാനോ പുഴുങ്ങാനോ ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ നമ്മളിവിടെ ചക്കയുടെ ചുളയും ചക്കക്കുരുവും മാത്രമല്ല ചക്കയുടെ കൂഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ മേലത്തെ ആ സ്കിൻ, അതായത് അതിൻ്റെ മുള്ള് മുറിച്ച് മാറ്റിയതിന് ശേഷം ആ ഒരു സംഭവം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ചക്ക പുഴുങ്ങുമ്പോൾ നല്ല അതീവ രുചി തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാമൻ്റെയും അമ്മയുടെയൊക്കെ ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ആക്കൂടി പോകാനുള്ളത് ആ ചുള വരുന്നതിനോടെ ചക്കയുടെ പുലങ്ങിന്ന് പറയും. ആ ഒരു സാധനവും ഈ മുള്ളും മാത്രമേ പോകാനുള്ളൂ. ബാക്കി എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓമയ്ക്കായും ക്യാബേജും ക്യാരറ്റും ഒക്കെ കൊത്തിപ്പൊടിക്കുന്നോട്ട് നമ്മുടെ ചക്കയുടെ മേൽഭാഗം കൊത്തിപ്പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് ഇതിനകത്തേക്കിടും. എന്നിട്ട് നമ്മുടെ ചക്കയുടെ ചുളയുടെയും ചക്കക്കുരുവിൻ്റെയും കൂടെ നമ്മളിട്ട് ഇതിനെ വേവിക്കും. വേവിച്ച് കഴിയുമ്പോൾ ചക്ക നന്നായിട്ട് കുഴയും. അതീവ രുചിയാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ കളയാണ്ട് ഇനി ചക്ക വെക്കുമ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല അതീവ രുചിയിൽ നമുക്ക് ചക്ക കഴിക്കാം. ഇപ്പോൾ നമ്മൾ ചുള പറിച്ചിടുക.
അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരൊറ്റ വിസിൽ എടുക്കാവുന്നതാണ്. ചക്ക പുരട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ജീരകം, പച്ചമുളക്, പെരിഞ്ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തോ അല്ലെങ്കിൽ കല്ലേലോ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് അരച്ച് കളയരുത്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയും അരപ്പും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് വറക്കണം. ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ചക്കയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ സ്വയംഭർ വരിക്കച്ചക്ക പുഴുങ്ങിയത് റെഡിയായിട്ടുണ്ട്. ഇനി അതും നമ്മുടെ കാരിക്കറിയും കൂട്ടി ഒരു പിടിയും കൂടെ പിടിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പുഴുങ്ങിയതും കാരിക്കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.